പരീക്ഷയിൽ തോറ്റ ഒരു കുട്ടി തൻ്റെ ദുഃഖങ്ങൾ ഒന്ന് ഇറക്കി വെക്കുന്നതിന് വേണ്ടി ഒരു സന്യാസിയുടെ അടുത്തെത്തുന്നു. ആ സന്യാസിയോട് തൻ്റെ ദുഃഖങ്ങളെല്ലാം പറയുന്നു. അല്ലയോ ഗുരുവേ, ഞാൻ പരീക്ഷയിൽ തോറ്റിരിക്കുന്നു. ഇനി എനിക്ക് പരീക്ഷ എഴുതാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനി എഴുതിയാൽ തന്നെ ഞാൻ ജയിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും എന്നെ കളിയാക്കുന്നു. അങ്ങനെ ഒരുപാട് ആശങ്കകൾ ഈ കുട്ടി ഈ സന്യാസിയോട് പങ്കുവെച്ചു. സന്യാസി ഒരു നിസ്സംഗ ഭാവത്തിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഒരു ചിരി ഇരിച്ചു. എന്നിട്ട് ഞൊടിയിടയിൽ ഒരു കാര്യം പറഞ്ഞു. ഒരു കാര്യം ചെയ്യൂ, നീ ആ മേശപ്പുറത്തിരിക്കുന്ന ആ ഒരു ഗ്ലാസ്സിലെ വെള്ളമായിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. കുട്ടി നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഗ്ലാസ്സിലെ വെള്ളമായിട്ട് സന്യാസിയുടെ അടുത്തേക്ക് വരുന്നു. സന്യാസി തുടരുന്നു. അതായത് നീ ഒരു കാര്യം ചെയ്യൂ, ഈ ഗ്ലാസ്സിലെ ഒരു തുള്ളി വെള്ളം പോലും തൂവി പോകാതെ ഈ കെട്ടിടത്തിന് ചുറ്റും ഒന്ന് വലം വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. കുട്ടി ഒരു നിമിഷം ചിന്തിച്ചു. ഇത്രയും വലിയ ദുഃഖങ്ങളൊക്കെ പറഞ്ഞിട്ടും അതൊന്ന് വക വെക്കുക പോലും ചെയ്യാതെ ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് ഈ കെട്ടിടത്തിന് ചുറ്റും ഒന്ന് സഞ്ചരിച്ചിട്ട് തിരിച്ചു വരാൻ പറയുന്നു. എന്തായാലും സന്യാസി പറഞ്ഞല്ലേ, ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഈ കുട്ടി ഈ ഗ്ലാസ് വെള്ളമായിട്ട് നടക്കുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ കുട്ടി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ സന്യാസി വളരെ മൃദു ഭാവത്തിൽ ആ കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു. ഇതിലെ വെള്ളം തൂവിപ്പോയിരുന്നോ എന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, ഒറ്റ തുള്ളി പോലും തൂവിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സന്യാസി അതിനേക്കാൾ ഉച്ചത്തിൽ ചോദിച്ചു, അതെങ്ങനെ നിനക്ക് ഉറപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാൻ ഇതിലേക്ക് തന്നെ നോക്കി എന്ത് ചെയ്തു, ഇതിനെ വലം വെക്കുകയായിരുന്നു പറഞ്ഞു. അപ്പൊ സന്യാസി ചാടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്, ഇത് തന്നെയായിരുന്നു നിന്റെ ഉത്തരമായിട്ട് എനിക്ക് വേണ്ടതും. മകനെ, നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ പ്രവർത്തികളിലേക്ക് എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, ഏകാഗ്രമായിട്ട് നിന്റെ പ്രവർത്തികൾ തുടരുക. അങ്ങനെയാണെങ്കിൽ ചുറ്റുമുള്ള അവഗണനകളെയും ചുറ്റുമുള്ള പരാജയങ്ങളെയും ചുറ്റുമുള്ള കളിയാക്കലുകളെയും നിങ്ങൾക്ക് സധൈര്യം നേരിടാൻ കഴിയുമെന്ന് എന്ത് ചെയ്തു, ആ സന്യാസി ഉറക്കെ പറഞ്ഞു. മക്കളെ, ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതും. എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രവൃത്തികളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഏകാഗ്രമായിട്ട് അത് തുടരുക, നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും മറക്കും. ഏറ്റവും നല്ല വിജയം നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. വീണ്ടും കാണാം. ഗുഡ് ബൈ.